എല്ലാവർക്കും ഹെറിറ്റേജ് വില്ലേജിൻ്റെ പാർട്ട് 2ലേക്ക് സ്വാഗതം. കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ട്രെയിൻ സ്റ്റേഷനാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷൻ. ട്രെയിൻ സ്റ്റേഷൻ കാണാൻ പറ്റുള്ളൂ അല്ലേ? ഇതാണ് ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷൻ. ഞാൻ അടുത്തതോടെ ഞാൻ കുറച്ച് നേരം ട്രെയിൻ സ്റ്റേഷനിൽ കാത്തിരിക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ട്രെയിൻ വരണമെന്ന് അറിഞ്ഞുകൂടാ, അപ്പോൾ കാത്തിരിക്കാം. ട്രെയിൻ വരുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു ഡോറുണ്ട്. ഇത് നമ്മുടെ ട്രെയിൻ കൗണ്ടർ കേട്ടോ മക്കളെ. ട്രെയിൻ കൗണ്ടറിൽ ആരുമില്ല, അപ്പോൾ ട്രെയിൻ എടുക്കാനും പറ്റില്ല, ട്രെയിൻ ടിക്കറ്റും ഇല്ല. കാണാനൊരു ട്രെയിനും ഒരു ട്രെയിൻ സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതെല്ലാം വീടുകളാട്ടോ എനിക്ക് തോന്നുന്നു. ഒരു വീട്ടിലേക്ക് കയറുവാണ്. ഇതിൻ്റെ പേരാണ് സാൻഡ്സ്റ്റോൺ ഹൗസ്. അപ്പം 1886, അതായത് കുറച്ച് മുമ്പേ അതെനിക്ക് പറയാനായിട്ട്. നമ്മുടെ കാൽഗറിയിലൊരു ഫയർ വന്നിട്ട് കുറേ വീടുകളെല്ലാം തകർന്നുപോയി. അപ്പം അതിനുശേഷം ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞു എല്ലാ വീടുകളും ഒരു ഫയർ പ്രൂഫായിട്ട് വേണം ഇനി നിർമ്മിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനി അതുപോലത്തെ ഒരു വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഈ വീടിൻ്റെ പേരാണ് സാൻഡ്സ്റ്റോൺ ബംഗ്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ വീട്. അപ്പം നമ്മൾ ഈ ബംഗ്ലാവിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു തണുപ്പാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. ആദ്യമേ തന്നെ കാണുന്നത് ലിവിങ് റൂമാണ്. ഭയങ്കര ഓൾഡ് സ്റ്റൈൽഡ് ആയിട്ടുള്ള ഫേർണിച്ചേഴ്സും ആ ഒരു ഡീക്കോറൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് അകത്ത് കയറി അങ്ങനെ കാണാൻ പറ്റില്ല, ബിക്കോസ് അവർ ചെയിൻ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ വിസിറ്റിംഗ് റൂമാണ്. ഓൾഡ് ഫയർ പിറ്റൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടുന്ന് കുറച്ച് നമ്മൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന ബെഡ്റൂംസ് ആണ്. ബെഡ്റൂമും ഓൾഡ് വാനിറ്റി ടേബിളും ഓൾഡ് ആയിട്ടുള്ള വാർഡ്രോബൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കുഞ്ഞു തയ്യൽ റൂമുണ്ട്. പിന്നെ കിച്ചണും അതുപോലെ ഭയങ്കര ഓൾഡ് സ്റ്റൈൽഡ് ആയിട്ടുള്ള കിച്ചണായിരുന്നു. ഇതാണ് പണ്ടത്തെ കാലത്തെ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. പിന്നെ ഓരോ കുഞ്ഞു കുഞ്ഞു കടകളാണ് കേട്ടോ. ഇത് വില്ലേജാണ്. ഇവിടെ എല്ലാ കൈൻഡ്സ് ഓഫ് കടകളുണ്ട്. ഒരു കുഞ്ഞു മിനി ഡൗൺ ടൗണിൽ ആവശ്യം ഉള്ള എല്ലാം, ലൈക്ക് ഗ്രോസറി സ്റ്റോറ്, ബേക്കറി സ്റ്റോറ്, പിന്നെ ഒരു ഹോട്ടൽ വിത്ത് ബാർ, അതുപോലെ തന്നെ നമ്മൾ കണ്ട പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു, പിന്നെ ലോ ഓഫീസ്, ഡെൻറ്റിസ്റ്റ്, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഓരോ ടൈമിൽ പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കുഞ്ഞു ഡ്രാമയാണ്. ഇനി എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് കാണാനായിട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.